പള്ളിക്കാട്ട് കൊണ്ടുപോയിട്ടവരൊക്കെ സ്വർഗത്തിലാന്ന് കരുതണ്ട. പള്ളിക്കാട്ട് കിടക്കണ കുറെ ആൾക്കാർ നരകത്തിലായിരിക്കും. അവരുടെ കബറും നരകമായിരിക്കും. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നേരെ മറിച്ച് ചർച്ചിലോ അമ്പലത്തിലോ ഒക്കെ എടുക്കുന്ന ചുരുക്കം ചില ആളുകൾ സ്വർഗത്തിലാവാനും സാധ്യതയുണ്ട്. അതൊന്നും വിശദീകരിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കൺഫ്യൂഷൻ ആവും. ഞാൻ പറയാം. ഒരു പക്ഷേ ചർച്ചിലോ അമ്പലത്തിലോ കിടക്കുന്ന ചില ആളുകൾ സ്വർഗത്തിലെത്താനുള്ള സാധ്യതയെ പ്രമാണം വെച്ച് നിഷേധിക്കാൻ പറ്റൂല. എനിക്കറിയാലോ, അത് എല്ലാവരും കേൾക്കുന്നുണ്ടെന്നുള്ള ഉറപ്പിൽ തന്നെ ഞാൻ പ്രസംഗിച്ചത്. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, മഹാത്മാഗാന്ധി നരകത്തിലാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു. എന്താ മറുപടിയാണ്? അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നരകത്തിലാന്ന് പറയാൻ പറ്റണ ഖുറൈശിന്റെ രംഗത്ത് വരും. കാഫിർ നരകത്തിലാന്ന് പറയാം. അതിന്റെ പേരിലല്ല കുറച്ച് കാർശ്ശേരി മാഷ് കുറച്ച് പ്രസംഗം നടത്തിയത്. വിവരമില്ലാത്തതുകൊണ്ടാണ്. വ്യക്തിപരമായിട്ട് ഓരോരുത്തരെ പേരെടുത്തിട്ട് ഇവര് നരകത്തിൽ സ്വർഗത്തിൽ നിന്ന് പട്ടിക ദുന്യാവിൽ വെച്ചുണ്ടാക്കാൻ ആർക്കും അധികാരമില്ല. അത് ഖുർആനിലെ നസ്സായി പറഞ്ഞ ആളുകൾ, ഹദീസിൽ അറിയപ്പെട്ട ആളുകളെ കുറിച്ച് പറയാം. അബൂലഹബ് എവിടെ? നരകത്തിലാണ്. കാരണം സയസ്ലാനാറന്താത്തലബ് ഖുർആനാണ്. ഉത്തുബത്തും ശൈബത്തൊക്കെ എവിടെ? നരകത്തിലാണ്. അള്ളാഹ് റസൂൽ പറഞ്ഞതാണ്. അബ്ദുല്ലാഹിബ്നു ഉബൈ സലൂൽ എവിടെ? നരകത്തിലാണ്. കാരണം അള്ളാഹ് റസൂൽ പറഞ്ഞതാണ്. മഹാത്മാഗാന്ധി നരകത്തിലാണെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ അവസ്ഥാനം എങ്ങനെയാണ്. പക്ഷെ നമ്മൾ മയ്യിത്ത് നിസ്കരിക്കൂല, ദ്വാരക്കൂല. എന്തുകൊണ്ട്? നഹ്നു നഹ്കും ബിൽളവാഹിർ. ഞാനിവിടെ ഒരു ചെറിയ സംഭവം പറയാം. ഇത് നുസ്റത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഒരു ജൂതനായ മനുഷ്യൻ, അദ്ദേഹം മരിച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ അയൽവാസിയായ സൂഫിയായ ഒരു മഹാൻ അദ്ദേഹത്തിന് കിനാവിൽ കാണുകയാണ്. സ്വർഗത്തിൽ ഇങ്ങനെ കിരീടം വെച്ചുകൊണ്ട് പുതിയ പട്ടുണാൾ അണിഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായി പ്രൗഢിയോടുകൂടി ഇദ്ദേഹം സമുന്നത സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സ്വർഗത്തിലെ സ്വപ്നം കാണുകയാണ്. ജൂതനായി ജീവിച്ച് ജൂതനായി മരിച്ച ആളാണ്. ഈ സൂഫിക്ക് അത്ഭുതമായി. പൈശാചികമായ കിനാവാണോ എന്നും സംശയമായി. അപ്പോൾ കിനാവിൽ പ്രത്യക്ഷപ്പെട്ട അയൽവാസിയായ ജൂതനോട് സ്വപ്നത്തിൽ തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ജൂതനായി ജീവിച്ച് ജൂതനായി മരിച്ച ആളല്ലേ? ഞങ്ങളുടെ ഖുർആനിലുള്ളത് ജൂതനായി ജീവിച്ചുകൊണ്ട് ജൂതനായി മരിച്ചാൽ നരകത്തിലാണെന്നാണ്. പക്ഷെ നിങ്ങൾ സ്വർഗത്തിലുള്ള കിരീടവും പട്ടുടയാളുകളുമായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. നിങ്ങളുടെ വാസ്തവമെന്ന് പറയുമോ? ആ സമയത്ത് അയൽവാസിയായ ഈ ജൂതൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ദുനിയാവിൽ ജൂതനായി ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ ജൂതനായി മരിച്ച ആളാണ്. പക്ഷേ ആരും അറിയാത്തൊരു സ്വകാര്യം എന്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ ഒരിക്കൽ എന്റെ മകനെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി അവനെ ശകാരിച്ചുകൊണ്ട്, മാപ്പിളമാരുടെ ബഹുമാനപ്പെട്ട പവിത്ര മാസമല്ലേ റമളാൻ, ആ സമയത്ത് പകൽ സമയത്ത് നീ കടയിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അത് അവരെ പരിഹസിക്കലല്ലേ? റമളാനിനെ തരം താഴ്ത്തലല്ലേ? മേലാൽ അച്ഛന്റെ മകൻ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്തതിന്റെ പേരിൽ പൊരയിൽ കൊണ്ടുവന്ന് ശകാരിച്ചുകൊണ്ട് ഞാൻ അവനെ അടിച്ചിട്ടുണ്ട്. ആ ഒരു നന്മയുടെ ബറക്കത്ത് കാരണത്താൽ സക്കറാത്തിന്റെ സമയത്ത് ആരും അറിയാതെ ഖാലിഖായ റബ്ബ് എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തോന്നിപ്പിച്ചിട്ട് ഞാൻ അതും പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. അതുകൊണ്ട് ജൂതനായ ഞാൻ ജീവിച്ചത്, ജൂതനായ ഞാൻ ജനിച്ചതും ജീവിച്ചതോ, പക്ഷെ മരിച്ചത് ജൂതനായിട്ടല്ല. അത് ദിക്റുമല്ലേ ചൊല്ലിയിട്ടാ. അങ്ങനെ അപൂർവം കേസുകൾ ഉണ്ടാവാം, നമുക്കറിയില്ല. ഇനി ഇത് കരുതിയിട്ട് നിങ്ങൾ എവിടെങ്കിലും പോയിട്ട് മഹാത്മാഗാന്ധി സ്വർഗത്തിലാണെന്ന് ഞങ്ങളെ നാട്ടിൽ നിന്ന് റഹ്മാന് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരില്ല. കാരണം ഇത് വെറുതെ കുഴപ്പമുണ്ടാക്കും, കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. അതാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. കാരണം വിഷയം കുറച്ച് ഗൗരവ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. എനിക്കാണെങ്കിൽ രണ്ടൽക്കാക്കി പറയാനുള്ള ഒരു സമയമില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് അതിന്റെ ഒരു മോഡൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വെറുതെ വിത്തനുണ്ടാക്കരുത്. നിങ്ങളല്ലത് വേറെ പുറത്തുനിന്ന് കുറെ ആൾക്കാർ കേൾക്കേണ്ട, അതുകൊണ്ടാണ്. അപ്പൊ രണ്ടായിട്ട് തിരിച്ച് ഞാൻ അതിന്റെ ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
നമ്മുടെ കാര്യം നമ്മൾ സ്വർഗത്തുക്കും നരകത്തുക്കും ലിസ്റ്റ് ഉണ്ടാക്കി ഇറക്കരുത്. നമ്മളിതിപ്പോ 2 ലിസ്റ്റാണ് സ്വർഗത്തില്. ഞാന്, മൂത്താപ്പ, അമ്മായിന്റെ മോന്, ഇളയമ്മ, അമ്മായിമ്മ. നരകത്തില് നരേന്ദ്രമോദി, അമിത്ഷാ, പിന്നെ അദ്വാനി, ഉമാഭാരതി, എന്റെ അയൽവാസി ചാത്തു, ഇപ്പുറത്തെ രാമൻ. 2 ലിസ്റ്റ് അപ്പൊ നമ്മളെ ഇതൊക്കെ നിലപാട് വിടണം നമ്മള്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മു സൽമാ ബീവിന്റെ കയ്യില് മുനാഫിക്കുകളുടെ പേര് വീരുള്ള പട്ടിക അള്ളാഹു റസൂൽ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. മദീനയിൽ മുനാഫിക്കുകൾ ഉണ്ടല്ലോ, അവരാരാന്ന് റസൂലുള്ളാഹിക്ക് നന്നായിട്ട് അറിയാം. പച്ച കാഫിര്യങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചിരുന്നു, നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. കാരണം അവര് പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ ആൾക്കാരാ. നഹ്നു നഹ്കും ബിൽ ലവാഹിർ. ഒരു ഭരണാധികാരി അങ്ങനെ ചെയ്യാവോ? അല്ലാതെ മോചിതത്തോണ്ടുള്ള കളി എല്ലായിടത്തും പറ്റൂല. മോചിതത്തിന്റെ പക്ഷെ മോചിതത്തോട് മാത്രം ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ബദർ നടത്തണ്ടല്ലോ. കാരണം ഭൂമിയിൽ നിന്നിട്ട് ആകാശത്തിന്റെ അമ്പിളിക്ക് വിരല് കൊണ്ടിട്ട് ആ അമ്പിളിയെ പിളർത്തിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. ആ അള്ളാഹു റസൂലിന്റെ വിരല് ബദർ നടത്തണ്ടല്ലോ. അബൂജഹലിന്റെ നേരെക്കാണ് ചൂടിയ അവിടെ പിളരൂലേ, ഇവിടെ പിളർന്ന അവിടെ പിളരൂലേ. പിന്നെ എന്തിനാ ബദർ നടത്തിയത്? എല്ലായിടത്തും മോചിതത്തോണ്ടുള്ള കളി പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ മാതൃക ഉള്ളത്? നമുക്ക് മാതൃക ഇല്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് ഇവരാരാന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവര് പ്രത്യക്ഷത്തിൽ നിസ്കാരമുള്ളവരാണ്. അതുകൊണ്ട് പള്ളി നിസ്കരിക്കാനുള്ള സൗകര്യം കൊടുത്തു. അവരൊക്കെ നരകത്തിന്റെ അടിത്തട്ടിലെ, മേലല്ല അടിയില്, അതിന് മേലെ ഇബ്ലീസും കൂടി വരുള്ളൂ. മദീന പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന 1-ാം സഫിൽ തലകെട്ടിട്ട് നിസ്കരിച്ചിരുന്ന ആളെ നരകത്തിന്റെ തട്ടിന്റെ മേലെ ഇബ്ലീസും കൂടി വരുള്ളൂ. ഇന്നൽ മുനാഫിഖീന ലഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പള്ളിയിൽ വന്നതുകൊണ്ട് സ്വർഗത്ത് പോകുന്നോ, അമ്പലത്തിൽ പോയതുകൊണ്ട് നരകത്തിലാണെന്നോ ഉറപ്പിക്കാൻ പറ്റൂല. പക്ഷെ പള്ളിയിൽ വന്ന് പള്ളിന്റെ ആ സംസ്കാരത്തെ ജീവിച്ച് ഈമാനയോടെ മരിച്ചാ സ്വർഗത്തിലാണ്. അവരുടെ അവസാനം ട്രാക്ക് മാറാതെ അങ്ങനെ തന്നെ പോയാൽ കാഫിർ നരകത്തിലാണ്. പക്ഷെ നമുക്ക് അതല്ലേ ഗസാലിമാ പറഞ്ഞില്ലേ, ഒരു കാഫിറിനെ കണ്ടാൽ പോലും അവനേക്കാളും നല്ലവനാണെന്ന് ഞാനെന്ന് മുസ്ലിമിന് തോന്നാൻ പാടില്ല എന്നാണ് ഗസാലിമാ പറഞ്ഞിട്ടുണ്ട്. ആ കാഫിറിന്റെ നാളത്തെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ല, നമ്മുടെ നാളത്തെ അവസ്ഥ എന്താന്ന് നമുക്കറിയില്ല. നമ്മളെ ഈമാൻ അങ്ങോട്ടും അവരെ കുഫർ ഇങ്ങോട്ടും ഫിറ്റ് ചെയ്താലോ? അള്ളാഹു മുക്കല്ലിബുൽ ഖുലൂബല്ലേ. നമ്മളിന്ന് ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നില്ലേ? മുമ്പ് ജിബ്രീൽ ഇസ്ലാം കണ്ടാൽ കണ്ടോടത്ത് വെച്ച് കൈമുത്തിയുന്ന ആളാണ് ഇബ്ലീസ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം എവിടെ വെച്ച് കണ്ടാലും കണ്ടോടത്ത് വെച്ചിട്ട് കൈമുത്തിയിട്ട് ആദരിച്ചിരുന്ന ആളാണ് ഇബ്ലീസ്. പക്ഷെ അന്ന് ഇബ്ലീസ് അല്ല, അസാസീലാണ്. അന്ന് അസാസീലാണ്. മീകാ അലൈഹി ഇസ്ലാം എവിടെ വെച്ച് കണ്ടാലും കണ്ടോളം വെച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ദ്വാരക്കാൻ പറഞ്ഞ ആളാണ് ഇബ്ലീസ്. അതുകൊണ്ടാണ് ഇബ്ലീസിനെ അള്ളാഹു തആല റഹ്മത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ പൊട്ടി പൊട്ടി കരഞ്ഞത് ജിബ്രീൽ ഇസ്ലാമാണ്. ഇബ്ലീസിന് കരച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. ഇബ്ലീസ് കരഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇബ്ലീസ് ആവൂല്ല. ഇബ്ലീസ് കരഞ്ഞില്ല, ഇബ്ലീസ് ഞെഞ്ഞെഞ്ഞെന്നറിഞ്ഞു, ന്യായം പറഞ്ഞു. പക്ഷെ ജിബ്രീൽ ഇസ്ലാം പൊട്ടി പൊട്ടി കരഞ്ഞ്. ജിബ്രീൽ ഇസ്ലാം കരയാൻ കാരണം എന്താണ്? ജിബ്രീൽ ഇസ്ലാം കരയാൻ കാരണം ഗസാലിമാം രേഖപ്പെടുത്തുന്നുണ്ട്. ജിബ്രീൽ ഇസ്ലാം പറഞ്ഞത്, എന്റെ ഉസ്താദിന്റെ അവസ്ഥ അതാണെങ്കിൽ നാളെ എന്റെ അവസ്ഥ എന്താണ്? അതാണ് പേടി. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി കാത്തിരിക്കുകയാണ്. ചിന്തിക്കണേ, ചിന്തിക്കണേ. അവിടെയാണ് മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള പ്രസ്താവന കേട്ടപ്പോൾ സദസ്സിൽ നിന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബിനെ സദസ്സിൽ കാണുന്നില്ല. എവിടെ നോക്കിയിട്ടും കാണാനില്ല. കാരണം എന്താ അറിയോ? ഇന്ന ആളെ കയ്യിൽ മുനാഫിക്കുകളുടെ പേര് വരെയുള്ള പട്ടിക അള്ളാഹുവിന്റെ റസൂൽ സ്വകാര്യം ഇന്നലെ കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടപ്പോ ഖത്താബ് ആണ്ട് ഓടുകയാണ് ആ ലിസ്റ്റ് ഒന്ന് കിട്ടാൻ. എന്തിന്? ആരൊക്കെയാണ് നോക്കാനല്ല, ഞാൻ അതിലുണ്ടോ നോക്കാൻ. ആരാ ഖത്താബ്? സ്വർഗത്തിന്റെ ടോക്കൺ 2ാമത് കൈ കൊടുത്ത ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അവർ ഈ ടോക്കൺ കിട്ടിയതിനു ശേഷം മുനാഫിക്കുകളുടെ പട്ടികയിൽ പേരുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഓടുകയാണ്.